കഥ ഗന്ധർവയാമം. മഴ തോർന്നു. അന്തരീക്ഷം ഒരു കുളിരിൽ മുങ്ങി നിൽക്കുകയാണെങ്കിലും ശരീരം ചുട്ടുകൊള്ളുന്നതുപോലെ തോന്നി സാക്ഷിക്ക്. പലതും ഓർമ്മകളിലേക്ക് ഓടിയെത്തി. കുഞ്ഞു ജാലകത്തിനുമപ്പുറം പാലപ്പൂവിൻ്റെ മതിപ്പിക്കുന്ന ഗന്ധമുണ്ട്. തെക്കേ മുറ്റം നിറയെ പാലപ്പൂക്കൾ ചിതറിക്കിടക്കുന്നു. തൊട്ടപ്പുറത്തെ മാവിൻ്റെ കനത്ത ചില്ലയിൽ ഊഞ്ഞാൽ വെറുതെ കാറ്റിൻ്റെ താളത്തിനൊത്തു ചാഞ്ചാടുന്നു. ഈ തറവാട് അവൾക്ക് എന്നും അത്ഭുതം തന്നെയായിരുന്നു. സർപ്പക്കാവും കുളവും നാഗത്താന്മാരും യക്ഷിയും ഗന്ധർവനുമൊക്കെയുള്ള തറവാട്. അനന്തുവിൻ്റെ മുറിയുടെ ജാലകം തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് തന്നെ പാലയാണ്. അനന്തു ഒരിക്കൽ ചോദിച്ചു, സച്ചു, നിനക്കറിയുമോ, വീടിൻ്റെ കന്നിമൂലയിൽ നിൽക്കുന്ന പാല വീടിന് ഐശ്വര്യമാണ്. പാല വെട്ടാൻ പാടില്ല എന്നാണ് മുത്തശ്ശി പറഞ്ഞത്. പാല പൂക്കുമ്പോൾ യക്ഷിയും ഗന്ധർവനുമൊക്കെ എത്തുമെന്നാണ് കേട്ടറിവുകൾ. ഇതൊക്കെ നിനക്കറിയുമോ പെണ്ണെ? അവൻ അവളോട് ചോദിച്ചു. സ്നേഹം കൂടുമ്പോൾ സച്ചു എന്നാണ് അനന്തു അവളെ വിളിക്കുന്നത്. അത് കേട്ട് നിന്ന് അവൾ ചിരിയോടെ പറഞ്ഞു, എനിക്ക് നിന്നെ കാണുമ്പോഴാണ് ഗന്ധർവനായി തോന്നുന്നത്. പട്ടുപോലുള്ള നിന്റെ മുടിയും കാതിലെ ഒറ്റക്കല്ലുള്ള കമ്മലും ഒക്കെ ആകുമ്പോൾ നീ ശരിക്കും ഗന്ധർവൻ തന്നെ. അവളുടെ നിൽപ്പ് കണ്ട് അവന് ചിരി വന്നു. യക്ഷിയുടെയും ഗന്ധർവന്റെയും നടനത്തിനിടയിൽ പാലപ്പൂക്കൾ പൊഴിഞ്ഞു വീഴുന്ന മനോഹര ദൃശ്യം മനസ്സിൽ വരച്ചു ചേർത്തത് അവൻ പറഞ്ഞു തന്ന കഥകളിൽ നിന്നുമാണ്. തൊട്ടടുത്ത് ഗന്ധർവനും യക്ഷിയും കുടികൊള്ളുന്ന കാവുണ്ട്. അന്നൊക്കെ കൈ കോർത്ത് വെളിയിലേക്ക് നോക്കി തങ്ങൾ എത്ര നേരം നിന്നുവെന്നറിയില്ല. അനന്തു ചില രാത്രികളിൽ വെളിയിലേക്ക് നോക്കി നിന്ന് പുല്ലാങ്കുഴലൂതുമ്പോൾ ഗന്ധർവനെ പോലെ തന്നെ തോന്നിയിരുന്നു അവൾക്ക്. നീണ്ട മുടിയിൽ കാറ്റിൻ്റെ കുസൃതികൾ അവൻ അറിയുന്നതേയില്ല. എത്ര മനോഹരമായിരുന്നു ആ മുഖം. മാധവമാമയുടെ മോനായ അനന്തു സാക്ഷിയുടെ മുറച്ചെറുക്കനാണ്. അമ്മാവൻ അവളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അവൾ ഇപ്പോൾ അവിടേക്ക് വന്നത്. ഒരുമിച്ച് സ്വപ്നങ്ങൾ പങ്കിട്ട അനന്തു ഇല്ലാത്ത വീട്ടിലേക്ക് അവൾ വരാതിരുന്നത് അവൻ ഈ ലോകത്തില്ല എന്ന സത്യം അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നീട് സാക്ഷി അതൊക്കെ ഓർത്ത് വിഷമിക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് സാക്ഷി പതിവിലും നേരത്തെ ഉണർന്നു. തങ്ങളുടെ തറവാട് വീട് മാധവമാമയ്ക്ക് എഴുതി കൊടുത്തതാണ് മുത്തശ്ശി. ആകെയുള്ള ആൺതരിയായിരുന്നു അദ്ദേഹം. ബാക്കിയെല്ലാം പെൺമക്കളായിരുന്നു മുത്തശ്ശിക്ക്. തറവാടിൻ്റെ മുറ്റത്തേക്ക് പടർന്ന ചില്ലകളുള്ള പേരയ്ക്കാമാവിൽ ഇടയ്ക്കിടെ പറന്നു കളിക്കുന്ന ഇരട്ടവാലൻ കിളികൾ, ചുവന്ന ഉടലും കറുത്ത തലയുമുള്ള തുമ്പികൾ മുറ്റത്ത് പാറിപ്പറക്കുന്നു. മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന മുല്ലപ്പൂവിൽ ഇടയ്ക്കിടെ തുമ്പികൾ വട്ടമിട്ട് പറക്കുന്നു. രണ്ടാം നിലയുടെ വരാന്തകളിൽ നിന്ന് സാക്ഷി മെല്ലെ എത്തി വലിഞ്ഞു നിന്ന് ഒരു പേരയ്ക്കാമാങ്ങ പറിച്ചു തിന്നു. അവളുടെ പച്ചപ്പട്ട് സാരിയിലെ മെറൂൺ ബോർഡറിലെ കസവും വൈര്യം പതിപ്പിച്ച മുക്കുത്തിയും ഇളവയിലേറ്റ് തിളങ്ങുന്നുണ്ടായിരുന്നു. ചന്ദന നിറമുള്ള മുഖം ആരും നോക്കി നിന്നു പോകുന്നത്ര ചാരുതയുണ്ട്. ഒരു കാലത്ത് നിറയെ ആളുണ്ടായിരുന്നു തറവാട്ടിൽ. നീണ്ട ഇടനാഴികളിൽ ഒരുപാട് കൊലുസുകളുടെ ശബ്ദം കേട്ടിരുന്നു. ഇന്ന് അപൂർവമായെങ്കിലും കൊലുസിന്റെ ശബ്ദം കേൾക്കുന്നത് സാക്ഷി നടക്കുമ്പോൾ മാത്രമാണ്. ഒരുപാട് പെൺകുട്ടികൾ ഓടി നടന്ന വീട്. എല്ലാവരും വിവാഹം കഴിഞ്ഞ് പല സ്ഥലങ്ങളിലാണ്. പടവുകൾ അടർന്നു തുടങ്ങിയ കുളത്തിന്റെ പടിക്കെട്ടിൽ മണിക്കൂറുകളോളം അവളിരുന്നു. ഒരു കാലത്ത് നീന്തി തുടിച്ച കുളം. കുട്ടിക്കാലത്ത് മുത്തശ്ശിയും അമ്മാവനും അമ്മയും അച്ഛനും സഹോദരിമാരും മക്കളും ഒക്കെയായി ഒത്തൊരുമയോടെ കഴിഞ്ഞ തറവാട്. സാക്ഷിയുടെ ബാല്യത്തിൽ രാത്രിയിൽ പുല്ലുപായ നിരത്തിയിട്ട് കുട്ടികളെല്ലാവരും ഒരുമിച്ച് കിടന്ന് കഥകൾ വിളമ്പുക പതിവാണ്. ചേച്ചിമാർ പറയുന്ന മന്ത്രവാദ കഥകൾ മനസ്സിലാകാതെ വഴക്ക് കൂടുന്ന കുഞ്ഞു സാക്ഷിക്ക് നല്ല നുള്ളു കിട്ടും. ചേച്ചിമാരുടെ വകയായി. കുട്ടിക്കാലത്ത് ഒരുപാട് കുസൃതികൾ ഉണ്ടായിരുന്നു അവൾക്ക്. എങ്കിലും സാക്ഷി എല്ലാവരുടെയും പൊന്നോമനയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവളുടെ മുഖത്ത് കാണുന്ന സങ്കടം അനന്തു കടന്നുപോയതുകൊണ്ടാണ്. അതൊക്കെ ഓർത്തപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും നീർമുത്ത് പിടഞ്ഞു വീണു. മാധവമാമ ഒരിക്കൽ പറഞ്ഞു, മോളെ, മരണത്തിന്റെ കറുത്ത കാലുകൾ ഒച്ച കേൾപ്പിക്കാതെ ഇഷ്ടമുള്ളിടത്ത് വരികയും പ്രിയപ്പെട്ടവരെ കൊണ്ടുപോവുകയും ചെയ്യും.
സ്വപ്നങ്ങളുടെ ആഴമോ ജീവിതത്തിന്റെ പൂർണ്ണതയോ അവനെ അറിയേണ്ട കാര്യമില്ലല്ലോ. എത്ര തിരിച്ചു ചോദിച്ചാലും തിരികെ തരാതെ അവരെ അവൻ അങ്ങ് കൊണ്ടുപോകും. കേട്ടുനിന്ന അവളുടെ കണ്ണും നിറഞ്ഞു. കറുത്ത കാലുള്ള അവന്റെ പിടിയിൽ നിന്നും പ്രിയപ്പെട്ടവർ മോചിക്കപ്പെട്ട് പുനർജന്മമുണ്ടാകുമെന്നും രാത്രിയിൽ ഒരു നിശാശലഭമായോ ഒരു രാക്കിളിയായോ അവർ മാറുമെന്നും അവൾ വെറുതെ പ്രതീക്ഷിച്ചു. ഒരു ശലഭമായി എത്തി തൻ്റെ മുടിയിഴകൾ ചുംബിക്കുമെന്നും തനിക്ക് ചുറ്റും പാറിപ്പറക്കുമെന്നും അവൾ ആഗ്രഹിച്ചു. സാക്ഷി നിലാവുള്ള രാത്രികളിൽ കാത്തു നിൽക്കാറുണ്ട്. പുറകിൽ നിൽക്കുന്ന മാധവ മാമിക്ക് സാക്ഷിയുടെ മനസ്സ് മനസ്സിലാവാറുണ്ട്. അനന്തുവിൻ്റെ മരണം ഏൽപ്പിച്ച മുറിവുകൾ ഇന്നും ഉണങ്ങിയിട്ടുണ്ടാവില്ല. ഓരോ വെൺപക്കിയും അവനാണെന്ന് അവൾ കരുതുന്നു. പലതവണ ഇതുപോലെ പതറി നിൽക്കുന്ന അവളെ താൻ കണ്ടിട്ടുണ്ട്. നിലാവുള്ള രാത്രികളിൽ ഭൂമിയിലുണ്ടെന്ന് വിശ്വസിക്കുന്ന അദൃശ്യശക്തിയോട് എത്ര തവണ അവൾ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്തിനാ നീ അവനെ കൊണ്ടുപോയത്? ഏത് ലോകത്തേക്കാ നീ അവനെ കൊണ്ടുപോയത്? തിരിച്ചു തരാമായിരുന്നില്ലേ എനിക്കവനെ? അവളുടെ ചോദ്യങ്ങൾക്കൊടുവിൽ നിശ്ചലമായ പ്രകൃതിയിൽ ആ സമയം എവിടെ നിന്നാണ് ഒരു കാറ്റ് കടന്നു വരുന്നതും അവളുടെ മുടിയിഴകളെ തഴുകുന്നതും? അവൻ്റെ സാമീപ്യമാണോ എന്ന് സാക്ഷിക്ക് തോന്നിപ്പോയി. നിറയുന്ന കണ്ണുകൾ അവൾ തുടയ്ക്കാൻ മറന്നു നിന്നു പോകും. പ്രണയത്തിന് ഒരു സത്യമുണ്ട്. എവിടെയോ ഒന്ന് പാളിപ്പോയിരുന്നു അനന്തുവിന്. സാക്ഷിയെക്കാളും ഒന്നുകൊണ്ടും മുന്നിലല്ലാതിരുന്നിട്ടും മറ്റൊരു പെണ്ണിൽ ആകൃഷ്ടനായത് തെറ്റു തന്നെയായിരുന്നു. വെറുതെ തമാശയ്ക്ക് തോന്നിയ പ്രണയം ഒരു കൊടുങ്കാറ്റ് പോലെ പ്രശ്നങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതുവരെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട പലതും നഷ്ടപ്പെടാൻ തക്ക ശക്തിയുള്ള കാറ്റ്. സാക്ഷിക്ക് ഇതറിഞ്ഞപ്പോൾ സഹിക്കാനായില്ല. പച്ച നിറമുള്ള കുളത്തിൽ എല്ലാം അവസാനിപ്പിക്കാൻ നോക്കിയ നിമിഷം കരുണയുടെ കരങ്ങൾ അവളെ കോരിയെടുത്തു. അത് മറ്റാരുമായിരുന്നില്ല, മാധവമാമയായിരുന്നു. പൊന്നുമോളെ, നമ്മളെ വേണ്ടാത്ത ഒരാൾക്ക് വേണ്ടി ജീവിതം കളയരുത്. നിന്റെ കഴിവുകൾ നീ തിരിച്ചറിയണം. നീ നിന്നെ തന്നെ സ്നേഹിക്കണം. അപ്പോൾ ലോകം പോലും വളരെ മനോഹരമായി നിനക്ക് തോന്നും. എന്നാലും മാധവമാമേ, ഇതെങ്ങനെ സഹിക്കാൻ പറ്റും? അവൾ ചോദിച്ചു. ഒക്കെ പറ്റും കുട്ടി, അദ്ദേഹം പറഞ്ഞു. അങ്ങനെ മറന്നു തുടങ്ങിയ കച്ചേരികൾ ഒരു സദസ്സിൽ നിന്നും മറ്റൊരു സദസ്സിലേക്ക് അവൾ തുടർന്നു. തറവാട്ടിലേക്ക് അവൾ പോയതുമില്ല. മാധവമാമ പിന്നെ അങ്ങോട്ട് വിളിച്ചതുമില്ല. അവളെ ഒന്നും ഓർമ്മിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഒരിക്കൽ ആകെ തകർന്ന അനന്തുവിനെ അവൾ കണ്ടു. കാരണമറിയാതെ അവൾ നിന്നു. കുറ്റം ഏറ്റുപറഞ്ഞ് ഏറെ സങ്കടപ്പെട്ടു അവൻ. മാധവമാമ അവന്റെ അസുഖമൊന്നും അവളെ അറിയിച്ചിരുന്നില്ല. അപ്പോൾ മാത്രമാണ് അവൾ എല്ലാം അറിയുന്നത്. ഐസിയുവിൽ നിന്നും ജീവൻ തിരിച്ചു പിടിച്ചു വന്നതാണെന്ന സത്യം. അവനോട് എന്തു പറയണമെന്നറിയാതെ അവൾ നിന്നു. ഇടയ്ക്ക് തോന്നിയ പ്രണയം വലിച്ചെറിഞ്ഞ് അവളുടെ അരികിൽ വീണ്ടും വന്നത് എന്തിനാണ്? അവൾ ഓർത്തു. അവൻ ഒരിക്കൽ ചതിച്ചതാണ്. വിട്ടുകളയൂ ഈ ഇഷ്ടം എന്നിങ്ങനെ കൂട്ടുകാർ സഹിതം അവളെ ഉപദേശിച്ചു. എന്തുകൊണ്ടോ അവൾക്ക് അവനെ ജീവനായിരുന്നു. വീണ്ടും ഒട്ടിട്ട പ്രണയം വസന്തകാലത്ത് ചില്ലകളിൽ പൂക്കൾ വിടർത്തിയ മരം പോലെ മനോഹരമായിരുന്നു. അതെ, പ്രണയത്തിന് അങ്ങനെ ഒരു ശക്തി ഉണ്ടല്ലോ. അവൻ അവളോട് പറഞ്ഞു. നീ കൂടെയുള്ളപ്പോൾ എല്ലാം മനോഹരമാണ്. കാറ്റിനു പോലും സുഗന്ധമുണ്ടെന്ന് തോന്നിപ്പോകുന്നു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. ഇതറിഞ്ഞ സാക്ഷിയുടെ അമ്മയ്ക്ക് ഒട്ടും സഹിക്കാനായില്ല. ഞാൻ ജീവനോടെയുള്ള കാലം ഈ വിവാഹം നടക്കില്ല. രോഗം എപ്പോൾ അവനെ കൊണ്ടുപോകുമെന്നറിയില്ല. ഹൃദയത്തിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ് അവന് ഇപ്പോഴുള്ള അവസ്ഥ എന്തെന്ന് തന്നെ അറിയില്ല. അതെങ്കിലും നീ ഓർക്കണം. എല്ലാം സഹിക്കാം. നിന്നെ മാത്രം സ്നേഹിച്ചിരുന്നെങ്കിൽ അതിലെങ്കിലും ഒരു ന്യായമുണ്ടായേനെ, അവർ പറഞ്ഞു. തുടർന്നുള്ള നാളുകൾ സമാധാനത്തിൻ്റേതായിരുന്നില്ല. ഇതിനിടയിൽ സാക്ഷിയുടെ അച്ഛനും മരണത്തെ മുഖാമുഖം കണ്ടു. ഈ സമയമാണ് സാക്ഷിയും അമ്മയും ആകെ തകർന്നു പോയത്. കൊറോണ സംഹാരതാണ്ഡവം നടത്തുന്നു. ആളുകൾ വെളിയിൽ ഇറങ്ങാൻ മടിക്കുന്നു. അച്ഛൻ്റെ ചികിത്സയ്ക്ക് ഒപ്പം പോകാൻ പലരുടെയും സഹായം അവൾ ചോദിച്ചു. ഉറ്റവരും കൂട്ടുകാരും പലതും പറഞ്ഞൊഴിഞ്ഞു. സ്വന്തം വീടിനുള്ളിൽ എല്ലാവരും സുരക്ഷ തേടി. മരണം വിതയ്ക്കാൻ കൊറോണയ്ക്ക് ആ സമയം കഴിഞ്ഞിരുന്നു. ഈ സമയം സാക്ഷിയുടെ അച്ഛനെ ഒരു മകൻ്റെ കരുതലോടെ താങ്ങി പിടിച്ചു കൊണ്ടുപോയതും രക്ഷിച്ചു കൊണ്ടുവന്നതും അനന്തുവാണ്. അവളുടെ അച്ഛനും അമ്മയ്ക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അവനെ ഇഷ്ടമായിരുന്നു. എങ്കിലും ഒരു മേജർ സർജറി കഴിഞ്ഞ ആൾക്ക് മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ അവർക്ക് ധൈര്യമില്ലായിരുന്നു. ഇതിനിടയിൽ സാക്ഷി അവനെ വിവാഹം ചെയ്യാൻ പറഞ്ഞ് വീട്ടിൽ ബഹളം വെച്ചുകൊണ്ടിരുന്നു.
അനന്തു അവളെ സ്വന്തമാക്കാൻ അമ്പലങ്ങൾ തോറും കയറി ഇറങ്ങി നടന്നു. അവൻ മരിച്ചു പോയാൽ നീ എന്തു ചെയ്യും മോളെ? ആ അച്ഛനും അമ്മയും ചോദിച്ചു. തീർച്ചയായും ഞാനും അവനൊപ്പം പോകും. കുഞ്ഞുങ്ങളെ ജീവനാണേലും അവൻ്റെ കൂടെ പോകാൻ കുഞ്ഞുങ്ങളെ വേണ്ടേ എന്ന് വെക്കും. അവർ അനാഥ കുഞ്ഞുങ്ങളാകരുത് എന്നുണ്ട്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. സാക്ഷിയുടെ അച്ഛനും അമ്മയും ഞെട്ടിപ്പോയി. അവർക്കറിയാമായിരുന്നു സാക്ഷി പറഞ്ഞതുപോലെ തന്നെ ചെയ്യുമെന്ന്. അവളുടെ വീട്ടുകാരുടെ ഒപ്പം നിന്നുകൊണ്ട് മാധവമാമയും എതിർത്തു. ഈ വിവാഹം വേണ്ട മോളെ. അവനാകെ തകർന്നുപോയി. മാധവമാമ ഭയന്നു അവൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നോർത്ത്. ഇത്രമേൽ സ്നേഹിച്ചിട്ടും ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. നിന്റെ വീട്ടുകാരുടെ അടുത്ത് താഴുന്നതിന് ഒരു പരിധിയുണ്ട്. എല്ലാവർക്കുമുണ്ട് അഭിമാനം. നീ ആരെയാണെന്ന് വെച്ചാൽ വിവാഹം ചെയ്തോ, ഞാൻ പോകുന്നു. എന്നെ നീ ഇനി മേലാൽ വിളിക്കരുത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ പോയി. അവളുടെ നിറയുന്ന കണ്ണിൽ അവൻ നടന്നകലുന്ന രൂപം കണ്ണീർ മറച്ചു കളഞ്ഞു. പിന്നീട് മാസങ്ങൾ അവനെക്കുറിച്ച് ഒരു വിവരവുമില്ല. സാക്ഷി വിളിച്ചാൽ ഫോൺ എടുത്തതുമില്ല. സാക്ഷിയുടെ അമ്മ അപ്പോൾ പറയുന്നുണ്ട്, കുട്ടി, അവനെ നീ പ്രതീക്ഷിക്കേണ്ട. അവൻ നിന്നെ വിവാഹം ചെയ്യില്ല. ഇനിയെങ്കിലും അമ്മ പറയുന്നത് കേൾക്കൂ. ഞങ്ങൾക്ക് നീയല്ലാതെ വേറെ ആരാണുള്ളത്? അവനെ ഒരിക്കൽ ഫോണിൽ കിട്ടിയപ്പോൾ അവസാന നിമിഷവും അവൾ ചോദിച്ചു, നീ തിരികെ വരുമോ? എന്നെ വിവാഹം ചെയ്യുമോ? ഇനിയും വീട്ടുകാരെ ധിക്കരിക്കാൻ എനിക്ക് കഴിയില്ല. നീ എന്ത് വേണേൽ ചെയ്യ്, ആരെ വേണമെങ്കിലും വിവാഹം ചെയ്യ്, ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ വെച്ചു. അങ്ങനെ അവളുടെ വിവാഹം ഉറപ്പിച്ചു. ഒരു ഡോക്ടർ. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. വിവരമറിഞ്ഞ് അനന്തു ഓടിയെത്തി. എന്നിട്ട് അവളോട് ചോദിച്ചു, കേട്ടത് ശരിയാണോ? നീ സമ്മതിച്ചോ വിവാഹത്തിന്? എന്നെ വിട്ടുപോകരുതേ. നീ സമ്മതിക്കുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. ഞാനില്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കുട്ടി. സച്ചു ഒക്കെ വെറുതെയാണെന്ന് ഒന്ന് പറയൂ. ഓർത്തില്ല നീ സമ്മതിക്കുമെന്ന്. അതോ നീ ആരെ വേണമെങ്കിലും വിവാഹം ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് പെട്ടെന്ന് നീ കേട്ടതാണോ? നിനക്ക് എന്നെ മറക്കാൻ പറ്റുമോ? അവൻ സങ്കടത്തോടെ ചോദിച്ചു. അവസാന നിമിഷവും നിന്നോട് ഞാൻ ചോദിച്ചതല്ലേ അനന്തു, എന്നിട്ട് നീ എന്താ പറഞ്ഞത്? അവൾ ഒരു തേങ്ങലോടെ ചോദിച്ചു. ഇനി എങ്ങനെ വാക്കുമാറ്റി പറയും? ഇനി സാധിക്കില്ലല്ലോ ഈശ്വര. അവൾ കരഞ്ഞുപോയി. നീ ഇവിടുന്ന് പോകുമല്ലേ? ഞാൻ മരിച്ചാൽ നീ വരണം കേട്ടോ, അവസാനമായി എന്നെ ഒന്ന് കാണാൻ, അവൻ പെട്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ശരിയാവില്ല. അവൻ്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട. ഏതെങ്കിലും രൂപത്തിൽ ഞാൻ നിൻ്റെ അടുത്ത് വരും. മരിച്ചാലും ചിലപ്പോൾ അതൊരു വെൺപക്കിയായിട്ടായിരിക്കും. അവസാനം പറഞ്ഞ വാക്കുകൾ അതായിരുന്നു. പിന്നീട് കൂട്ടുകാർ പറഞ്ഞാണ് അവൾ അറിഞ്ഞത് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് അവൻ പോയെന്ന്. കേട്ടത് വിശ്വസിക്കാനാവാതെ അവൾ തളർന്നു വീണു. കൂട്ടുകാർ താങ്ങിപ്പിടിച്ച് അവളെ അവൻ്റെ അരികിലെത്തിച്ചു. കണ്ണുനീർ ധാരധാരയായി ഒഴുകി. തണുത്തു മരവിച്ച് അവൻ്റെ കാലുകൾ കെട്ടിപ്പിടിച്ച് എത്ര നേരം നിന്നുവെന്ന് അവൾക്ക് തന്നെ അറിയില്ല. ആരും അവളെ തടഞ്ഞില്ല. സാക്ഷിയുടെ അച്ഛനും അമ്മയ്ക്കും താങ്ങാവുന്നതിലപ്പുറമായിരുന്നു ആ മരണം. പലരും അവളോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് തന്നെയാണ് ശരി. അല്ലെങ്കിൽ ഒന്നെങ്കിൽ സാക്ഷി തനിച്ചായിപ്പോയേനെ, അല്ലെങ്കിൽ അവൾ അവനൊപ്പം പോയേനെ എന്ന്. ഇന്നിപ്പോൾ തനിച്ചായ മാതാപിതാക്കൾക്ക് വേണ്ടി സാക്ഷി എല്ലാം മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവർക്ക് വേണ്ടി വിവാഹത്തിന് സമ്മതിച്ചു അവൾ. എങ്കിലും അവൾക്കവനെ മറക്കാനാകില്ലല്ലോ എന്ന് മാധവമാമയ്ക്കറിയാമായിരുന്നു. ചില നിലാവുള്ള രാത്രികളിൽ ആകാശത്ത് പുഞ്ചിരി തൂകുന്ന നക്ഷത്രം അനന്തുവാണെന്നോർത്തു അവൾ. ആ നക്ഷത്രം നോക്കി അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ കഥയിൽ ആരാണ് തെറ്റുകാർ? മറ്റൊരു ലോകത്ത് നിന്നും നിനക്കൊപ്പം വരാൻ തയ്യാറായ മറ്റൊരു ലോകത്തേക്ക് നിനക്കൊപ്പം വരാൻ തയ്യാറായ ഞാനാണോ, അതോ മറ്റാരെങ്കിലുമോ? പറയൂ, നിനക്ക് എന്തെങ്കിലും രൂപത്തിൽ എൻ്റെ അടുത്ത് വരാനാകുമോ? പണ്ട് ചെയ്തതുപോലെ ചൂണ്ടുവിരലാൽ കണ്ണീർ തട്ടിക്കളയുമോ? ഉള്ളുരുകി അവൾ ചോദിച്ചുകൊണ്ടിരുന്നു. ഇന്നും തറവാട്ടിൽ പാല പൂക്കുമ്പോൾ ഗന്ധർവനും യക്ഷിയും നൃത്തം ചെയ്യുമ്പോൾ ഒരു പുല്ലാങ്കുഴൽ നാദം ഒഴുകിയെത്തുന്നത് പലരും കേൾക്കാറുണ്ട്. അനന്തുവിന് അവൻ്റെ പ്രണയിനിയെ മറക്കുവാനാവില്ലല്ലോ.